പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മയുണ്ടാവും, ഈ അഭിമന്യു എന്ന ഒരു ധീരനായ ഒരു സഖാവ്, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. വളർന്നു വരുന്ന യുവതലമുറയുടെ ഒരു പ്രതീകം കൂടിയായിരുന്നു അഭിമന്യു. അഭിമന്യുവിൻ്റെ ഇടനെഞ്ചിലേക്ക് കത്തി ഇറക്കിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കിരാതന്മാർ, അവരെ പോലീസ് പിടികൂടിയതിനെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അന്ന് കൊറോണ പേടിച്ചാണ് അതിലെ മുഖ്യപ്രതി ഓടി വന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. സമാനമായൊരു സാഹചര്യമായിരുന്നു ജോസഫ് മാഷെ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടിയത്. ആ പ്രതി എത്രയോ നാൾ ഒളിവിൽ കഴിഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അതൊന്നും മറന്നു കാണില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂവാറ്റുപുഴയിൽ അധ്യാപകൻ്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് NIA അധ്യാപകൻ്റെ കൈവെട്ടി മാറ്റിയ പ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ NIA അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 14 വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം കിട്ടിയെന്നാണ് സവാദിൻ്റെ മൊഴിയിലുള്ളത്. 2010 പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെട്ടിയെടുത്തത്. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ തരും. ജിജീഷ് പറയും. ഈ കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ സവാദ് ഈ കേസിൽ കൃത്യമായ പങ്കാളിത്തമുള്ള വ്യക്തിയാണെന്നും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നും നേരത്തെ തന്നെ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ തുടരന്വേഷണത്തിന് കോടതി ഇക്കാര്യത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ്. നേരിട്ട് ഈ കൃത്യത്തിൽ ജോസഫ് മാഷെ ആക്രമിച്ചതിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് സവാദ് എന്നത് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഇയാൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൃത്യമായ സഹായങ്ങൾ പല ഘട്ടങ്ങളിലും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ രണ്ടാമത് കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രത്യേക NIA കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി കേന്ദ്രീകരിച്ചുള്ള ഒരു വിശദമായ അന്വേഷണമാണ്. മാത്രമല്ല കൂടുതലായി ലഭിച്ച തെളിവുകൾ കൂടി അന്വേഷണ സംഘം ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല ജിജീഷ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ രീതിയിലുള്ള സഹായം എനിക്ക് തോന്നുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരടുത്ത് നിന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അവർക്ക് പാലും തേനും ഒക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ശ്യാം, ഇക്കാര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങളിൽ ഭീകരവാദ ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കെടുത്തതായി അന്വേഷണ സംഘത്തിന്റെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അത്തരം കേസുകളിലേക്കെല്ലാം തന്നെ നീളുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും നീങ്ങുന്നത്. കാരണം ഈ ജോസഫ് മാഷെ ആക്രമിച്ച കൈവെട്ടിമാറ്റിയ ഭീകരവാദ സംഘത്തിൽ നേരിട്ട് തന്നെ പങ്കെടുത്ത ആളായിരുന്ന സവാദ് വർഷങ്ങളോളം ഒളിവിൽ താമസിക്കുന്നതിന് സഹായങ്ങൾ നൽകിയത് PFIയുടെ കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു വേണ്ട സഹായങ്ങൾ ലഭിച്ചിരുന്നത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. അത് സംബന്ധിച്ച് സവാദ് നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ അടിസ്ഥാനമാക്കി അന്വേഷണ സംഘം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. ആ വിശദമായ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പ്രധാനമായും ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസിക്ക് പ്രത്യേക കോടതി അനുമതി നൽകിയതോടെ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കുക. സംസ്ഥാനത്തെ വിവിധ PFI കേസുകൾ കൂടി ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും എന്ന കാര്യമാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം, പ്രത്യേകിച്ച് PFI നേരിട്ട് ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് PFIയുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുള്ള ആക്രമണങ്ങൾ, ഭീകരവാദ ആക്രമണ കേസുകൾ എന്നിവയെല്ലാം തന്നെ നിലവിൽ അന്വേഷണ പരിധിയിലുണ്ട്. 2025 ജനുവരി 6 മാതൃഭൂമി ന്യൂസിലൊരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇതൊന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിലേക്ക് കടക്കണം. അഭിമന്യു വധക്കേസ് നടത്തിപ്പിൽ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി വീഴ്ച വരുത്തിയതിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി ഡിസംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പാർട്ടിയിൽ കേസിന്റെ മേൽനോട്ട ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ ഏൽപ്പിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്നു അഭിമന്യു. ഇങ്ങനൊരു വാർത്ത തന്നെ എന്തുകൊണ്ടായിരിക്കും വന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കും. സ്വന്തം പാർട്ടിയിലെ ഒരാളെ SFIയുടെ ഒരുപക്ഷെ നാളത്തെ അവരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായി വളർത്തി കൊണ്ടുവരേണ്ട ഒരാൾ കൂടിയാണ്, അവരുടെ സംഘടന നയിക്കപ്പെടേണ്ട ഒരാൾ കൂടിയാണ്. പക്ഷേ ആ പാവത്തിനെ SDPI PFI ഭീകരർ നെഞ്ചിലേക്കാണ് കുത്തി കയറ്റി കൊലപ്പെടുത്തിയത്. അപ്പോൾ CPMൻ്റെ നിലപാട് എന്തായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് ദയവായി ഇനി മതേതര കേരളം ചർച്ച ചെയ്യേണ്ടത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ജനം TVക്കും പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മണിക്കൂറിലേക്ക് കടക്കാം. ഇപ്പോൾ എന്നോടൊപ്പം അശ്വതി ചേരുന്നുണ്ട്.